കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ആദ്യമേ നമുക്കതൊന്ന് തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കാം. അത് തോലെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കഴുകി അരിഞ്ഞിട്ട് വരാം. കഴുകിയിട്ട് നുറുക്കിയ കപ്പയാണ്. അപ്പം ഇത് വെള്ളം വെച്ച് വേവിച്ചിട്ട് നമുക്കിത് വാർത്തെടുക്കണം. അതുപോലെ ഇത് കറിയല് നമുക്കൊരു 12 വിസിൽ മതി. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കറിയലിന് വേണ്ടിയുള്ള സവോള ചെറുതായി അരിഞ്ഞത്, അതുപോലെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് കപ്പയ്ക്ക് വേണ്ടിയാണ്. കപ്പയ്ക്ക് പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, അതുപോലെ തേങ്ങ. നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ച് വെച്ച തേങ്ങയാണ്. അതിനകത്ത് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഉണ്ടാവും. കപ്പ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ അത് വാർത്തെടുക്കാം. കപ്പയ്ക്ക് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് കടുക്, കറിവേപ്പില ഇത്ര ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ശേഷം അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയാണിത്. അത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഉപ്പൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ. അതിനുശേഷം കപ്പയുടെ അരപ്പ് റെഡിയാക്കി വെച്ചിരുന്ന കേട്ടോ, അത് നമുക്ക് നടുക്കോട്ടിട്ട് കൊടുക്കാം. നമ്മുടെ കറിയിൽ വെന്തിട്ടുണ്ടേ. അതിലേക്ക് നമുക്ക് സവോളയും കൂടി ഇടാമേ. സവോളയും ബാക്കി വന്നിരിക്കുന്ന പേസ്റ്റൂടെ ഇട്ടേക്കാം. കറിയിലേക്ക് സവോള ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, അതുപോലെ പച്ചമുളക് ഇത്ര ഇടാം. അത് നമുക്ക് ഒന്നുകൂടെ വിസിൽ വെച്ച് വേവിക്കാം. ഒരു 2-3 വിസിൽ മതി. അത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫിലേക്ക് ഇനിയും മസാല ഇടാൻ പോവുകയാണ്. സ്വല്പം കുരുമുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണാണ് നമ്മൾ ഇടുന്നത്. അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഗരം മസാല ഇവ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കപ്പയുടെ നമ്മൾ അരപ്പൊക്കെ ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലതായിട്ട് കുത്തി ഉടച്ച് എടുക്കാം. കപ്പയിലേക്ക് നമ്മൾ ബീഫ് കറി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാവും. ബീഫ് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇത് യോജിപ്പിച്ച് ഇളക്കി സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി റെഡി.